ഇന്ന് നിസ്റ്റാഗ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. നിസ്റ്റാഗ്മസ് ഈസ് എൻ ഇൻവോളണ്ടറി ഐ മൂവ്മെൻറ്റ്. അപ് ടു ഡൗൺ അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് അല്ലെങ്കിൽ സർക്കുലർ മോഷനിലുള്ള കണ്ണുകളുടെ ചലനമാണ് നിസ്റ്റാഗ്മസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇത് രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് ജേർക്ക് നിസ്റ്റാഗ്മസ് എന്നും രണ്ടാമതായിട്ട് പെൻഡുലം നിസ്റ്റാഗ്മസ് എന്നും അറിയപ്പെടുന്നു. ജേർക്ക് നിസ്റ്റാഗ്മസ് ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കണ്ണ് ചലിക്കുന്നു, പെട്ടെന്ന് തന്നെ അടുത്ത ഡയറക്ഷനിലേക്കും വീണ്ടും ചലനം വരും. ഇതിൻ്റെ കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നർ ഇയർ ബാലൻസിൻ്റെ ഡിസീസ് കാരണം കൊണ്ട് ഈ ജേർക്ക് നിസ്റ്റാഗ്മസ് വരാം. രണ്ടാമത്തെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ പെൻഡുലം നിസ്റ്റാഗ്മസ് ആണ്. ഇത് ഒരു പെൻഡുലം സ്വിങ്ങിങ് പോലെ ബാക്ക് ആൻഡ് ഫോർത്ത് ഈക്വൽ ഡയറക്ഷനിലേക്ക് കണ്ണിൻ്റെ ചലനങ്ങൾ ഉണ്ടാവും. ഇത് മെയിൻലി ബ്രെയിൻ ഡിസീസസ് സച്ച് ആസ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് കൊണ്ടോ അല്ലെങ്കിൽ കൺജനിറ്റൽ റീസൺസ് കൊണ്ടോ വരാം. ഇനി കൂടുതലായിട്ട് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ രണ്ട് കണ്ണുകളിലും അല്ലെങ്കിൽ ഒരു കണ്ണിലും മാത്രം ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ നൈറ്റ് വിഷൻ പ്രോബ്ലംസ്, ബാലൻസ് ആൻഡ് ഡിസ്നെസ് ഇവയെല്ലാമാണ് കാണുന്ന സിംറ്റംസ്. ഇതിന് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ക്യൂർ ഇല്ല. പക്ഷേ സിംറ്റംസ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ബ്ലഡ് വിഷൻ കറക്ഷന് വേണ്ടിയിട്ടും നമുക്ക് കോണ്ടാക്ട് ലെൻസസ് അല്ലെങ്കിൽ ഐ ഗ്ലാസസ് പ്രിസ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വശം നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന ആൻറ്റി കൺവൾസൻ്റ് അല്ലെങ്കിൽ ആൻറ്റി സീഷർ ഡ്രഗ് ആയിട്ടുള്ള ഫെനിറ്റോയിൻ്റെ ടോക്സിസിറ്റി കൊണ്ട് നിസ്റ്റാഗ്മസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്.